ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടന്റുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഫ്രീ ഫയർ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഇവൻസിൻ്റെ അപ്ഡേറ്റ്സ്, നെക്സ്റ്റ് ബൂയാ പാസ്, അതൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത്. വോയിസുകൾക്ക് ചെറിയ പ്രശ്നമുണ്ടാകും, വോയിസുകളൊന്നും കറക്റ്റായിട്ട് റെക്കോർഡ് ആകുന്നില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അധികമൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അധികം പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ CS-ൻ്റെ സീസണുകളൊക്കെ മാറാൻ പോവുകയാണ്. അപ്പോൾ സീസണുകൾക്ക് മാറിയതിന് ശേഷമുള്ള CS-ൽ ഹീറോയ്ക്കുകളൊക്കെ അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടീഷർട്ട്, അതുപോലെ തന്നെ ഗൺസിൻ്റെ സ്കിൻസ്, അങ്ങനെ CS-ഉമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിവാർഡുകളൊക്കെ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സീസണുകളൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ കാണാൻ പറ്റും. ഇനി അധികം ദിവസമൊന്നുമില്ല, 2 ദിവസം കൂടിയേ ഉള്ളൂ. അതേപോലെ തന്നെ സ്കൂളൊക്കെ ഇനി 2 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്കൂളുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞെന്ന് വരത്തില്ല. അപ്പോൾ അടുത്ത നമ്മൾ CS റാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1 മുതൽ 16 ജൂൺ വരെയുള്ള ദിവസങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊട്ടക്ഷൻ കാർഡുകളൊക്കെ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ചില ഗൺസിനും കാലൊക്കെ നമുക്ക് വില കുറയാനും കാലൊക്കെ പോവുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഗണ്ണ് പറയുകയാണെങ്കിൽ മാക്ക് തന്നെയാണ്. മാക്കിന് 1400 രൂപയും കാലൊക്കെ ആവാൻ പോവുകയാണ്, 1500-ന്. നമ്മുടെ CS-ൻ്റെ സീസൺ മാറുന്നതിനോടൊപ്പം ഒരു പുതിയ ബൂയാ പാസുകളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ബൂയാ പാസിൻ്റെ റിവാർഡുകളൊക്കെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ബണ്ടിലും കാലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ബൂയാ പാസിൽ ഒരു ബണ്ടിലല്ലേ വരുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ വരുന്ന ബൂയാ പാസുകൾക്ക് അവസാനത്തെ റിവാർഡായിട്ട് ഒരു ബോക്സുകളൊക്കെയാണ്, അത് നമുക്ക് സ്പിൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു ബോക്സിൻ്റെ റിവാർഡുകളൊക്കെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൂയാ പാസുകളൊക്കെ നമ്മുടെ ജൂണത്തെ ബൂയാ പാസുകളൊക്കെയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിൽ നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് ബണ്ടിൽസുകളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ മാജിക് ക്യൂബുകളൊക്കെ കിട്ടുന്നുണ്ട്. ഗൺസിൻ്റെ സ്കിൻസുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് പെർമനൻറ്റ് സ്കിൻസ് മാത്രമായിരിക്കും, പെർമനൻറ്റ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ കുറച്ച് ഫീമെയിൽ ബണ്ടിൽസുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഗ്രനേഡ്, വൈക്കിൾസ്, അങ്ങനത്തെ കുറച്ച് സ്കിൻസുകളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇത്രയും സ്കിൻസുകളാണ് നല്ലത്. ഒരുപാട് സ്കിൻസുകളൊക്കെ ഇനിയും ബാക്കിയുണ്ട് ഇതിൽ. അവതാരം, ബാനർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ട്, കുറേ താഴത്തേക്ക് പോകുന്നതനുസരിച്ച്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ബൂയാ പാസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് നമ്മൾ നെക്സ്റ്റ് ഇവോ വാലറ്റും കാലൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഗ്രോസിൻ്റെ എവോ ഉണ്ട്, അതേപോലെ തന്നെ M10 സ്കാർ, അങ്ങനത്തെ എവോ കാലൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്നാ ഡേറ്റും കാലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഇവോകളിൻ്റെ ഇതും കാലൊക്കെ തീരുമ്പോഴായിരിക്കും ഈ ഒരു ഇവൻറ്റുകളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോകളൊക്കെ കാണുമ്പോൾ ഓൾഡ് ഫ്രീ ഫയർ പ്ലേസിനൊക്കെ നല്ല രീതിക്ക് സന്തോഷങ്ങളൊക്കെ ആകുന്ന ഒരു വീഡിയോകളൊക്കെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ റിട്ടേൺ വരാൻ പോവുകയാണെന്നുള്ളത്. ഓൾറെഡി ഒരുപാട് സംഭവങ്ങൾക്ക് ഗിരിൻ റിട്ടേൺ കൊണ്ടുവരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇതിൻ്റെ എന്നാ വരുന്നതൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 7th ആനിവേഴ്സറിക്ക് ശേഷമായിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ ഗരീൻ തന്നെ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിക്ചറുകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമൊന്നുമല്ല, നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യയിൽ ഓൾഡ് പീക്ക് അങ്ങനത്തെ റിട്ടേൺ കൊണ്ടുവരാൻ പോവുകയാണ്. ഓൾഡ് ഫ്രീ ഫയർ എന്ന് തന്നെ വേണം പറയാൻ പറ്റും. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യയുടെ അഡ്വാൻസറും കാണാം. അപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസുകളൊക്കെ വരുന്നുണ്ട് ഫ്രീ ഫയർ ഇന്ത്യയുടെ അഡ്വാൻസറും കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും വർക്കാകത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ കിട്ടാൻ പറയാം. അപ്പോൾ ഈ ഫ്രീ ഫയർ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊക്കെയാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഫ്രീ ഫയർ ഇന്ത്യ വരുന്നൊക്കെ എല്ലാവർക്കും അറിഞ്ഞതാണ്. അതേപോലെ തന്നെ കുറേ വീഡിയോസുകളൊക്കെ വരും പറഞ്ഞിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഫ്രീ ഫയറിൻ്റെ ഒഫീഷ്യൽ ഡേറ്റുകളൊക്കെ കൺഫേം ആയിട്ടുണ്ട്. അതായത് കുറച്ച് റിവാർഡ്സുകളൊക്കെ കിട്ടുന്നതായിരിക്കും അതിനോടനുബന്ധിച്ച് തന്നെ. അതിലെ റിവാർഡുകളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ധോണിയുടെ ബണ്ടിലും കണക്കാണ്. നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ എന്നാ വരിക ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ അതോ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലായിരിക്കും വരിക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും നമ്മൾ. ഇതേപോലത്തെ ഇവൻസിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബുകളൊക്കെ ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്കുള്ള വീഡിയോ ലൈക്ക് ചെയ്യാതെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ.